Hello everyone, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗോൾഡൻ അരേലിയയാണ്. സാധാരണ നമ്മൾ ബോൾ അരേലിയ ബോൾ ഷേപ്പിൽ നിർത്തും. ഇന്ന് ഞാനൊരു ഹെഡ്ജായിട്ട് ഗോൾഡൻ അരേലിയയെ നിർത്തിയിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, വളരെ ചെറിയ ചെടികളായിരുന്നു ഇത് കൊണ്ടുവന്ന് നട്ട് ഇപ്പം 2 കൊല്ലത്തോളമായി ഇതിൻ്റെ വളർച്ച. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വഴിയുടെ ഒരു ഭാഗത്ത് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയേറെ സ്ഥലത്തേക്ക് വ്യാപിച്ചു കിടക്കും. ഇതിൻ്റെ ഓവറോൾ വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ വഴിയുടെ ഇരുവശത്തേക്കുമായിട്ട് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പിൻഭാഗത്തേക്കാണെങ്കിൽ യൂജീനിയ ചെടിയും ആ ചുമപ്പും ഈ ഗോൾഡൻ മഞ്ഞയും കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ്. ഇത് എൻ്റെ അനിയത്തിയുടെ വീടാണ്, സിസ്റ്ററുടെ. പക്ഷേ ഇവിടെ ഞാൻ ചെടികളൊക്കെ വെക്കുന്നത് ഞാൻ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഒരു വേലി പോലെ അല്ലെ ഒരു ഹെഡ്ജ് പോലെ നിൽക്കുന്ന ഗോൾഡൻ അരേലിയയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, അങ്ങ് വരെ എന്തൊരു ഭംഗിയാണ് കാണുവാനായിട്ട്. മഞ്ഞപ്പട്ട് വിരിച്ച പോലെയാണ് കാണപ്പെടുന്നത്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ തനി ഗോൾഡൻ, പത്തരമാറ്റ് തനി തങ്കമാണ്. ഇതിൽ തന്നെ നീളം കൂടിയ ഇലകളുള്ളതും നീളം കുറഞ്ഞ ഇലകളുള്ളതും ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ചുരുണ്ട് നീളം കൂടിയ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഈ 18-18-18 ഇട്ട് കൊടുക്കും. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും. ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഇതാണ് ഇതിന് കൊടുക്കുന്ന വളം. വെള്ളം എല്ലാ ചെടികളും നനയ്ക്കുമ്പോൾ കൂട്ടത്തോടെ പൈപ്പ് ഉപയോഗിക്കുന്നു, ചീറ്റി കൊടുക്കുന്നു. അതാണ് സാധാരണ ചെയ്യുന്നത്. പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് നല്ലവണ്ണം നിർത്തിയാൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഇപ്പം വെട്ടിയിട്ട് 1.5 മാസമായിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഇതൊക്കെ എവിടെയൊക്കെ വേണമെങ്കിലും ഒന്നും കൂടെ ഒതുക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒതുക്കി കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി കൂടും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന യൂജീനിയയും കൂടെ വരുമ്പോൾ ആ റെഡിഷ് കളറും പിന്നെ ഈ മഞ്ഞയും കൂടെ വരുമ്പോൾ ഈ ഭാഗത്ത് നല്ലൊരു ഭംഗിയാണ്. കണ്ടില്ലേ, യൂജീനിയയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പിനേഷനും നല്ലതാണ്, ചെടിയും നല്ലതാണ്. ഇനി നമുക്ക് ഈ അരേലിയയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത്രയും ചെറിയ ഒരു കമ്പ് മതി അരേലിയയ്ക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഈ ഇലകളൊക്കെ കുറച്ച് വേണമെങ്കിൽ മുറിച്ചും കളയാം. മുറിച്ച് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വേണമെങ്കിൽ നിർത്താം. അങ്ങനെ നമുക്ക് 2-3 കമ്പുകൾ എടുക്കാം. ഞാനിവിടെ 3 കമ്പുകളാണ് എടുത്തത് അരേലിയയുടെ. ഇത്രയും ഈസിയാണ്. ഈ ചെറിയ കമ്പുകൾ 3 ഞാനിവിടെ കുത്തി, 1 മതി. എന്നിട്ട് നല്ലവണ്ണം ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ, ഇതിപ്പോൾ നനഞ്ഞ മണ്ണാണ്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല.
ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ നനവില്ലെങ്കിൽ ഇച്ചിരി നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തണലിലേക്ക് വെക്കുക. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വേര് പിടുത്തം തുടങ്ങും. ഒരു 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴേക്കും നല്ലവണ്ണം പിടിച്ചു കഴിഞ്ഞിരിക്കും. ഇനി ഇത് മണ്ണിൽ നടണമെന്നില്ല, വെറും മണലിൽ നടാം. മണലിലാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ വേര് പിടിച്ചിരിക്കും. അപ്പോൾ അത്രയും ഈസിയാണ് അരേലിയയുടെ പ്രൊപ്പഗേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. അരേലിയ പോലുള്ള നല്ലൊരു ചെടിയെ വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.